തന്ത വൈബ് തള്ള വൈബ് കേട്ട് മടുത്തു. ജെൻസി കിഡ്സ് 90s കിഡ്സിനെ എന്ത് പറഞ്ഞാലും കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിതിപ്പോൾ. പരസ്പരം പ്രായമായെന്ന് കുറ്റപ്പെടുത്താനും പ്രായമില്ലെന്ന് കാണിക്കാനുമുള്ള പെടാപ്പാടലിലാണ് ഈ മിലേനിയൽസും ജെൻസി കിഡ്സും. ഇതിന്റെ ഇടയിൽ കൂടി ജെൻ ആൽഫയും വളർന്നു വരുന്നുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് പണി കൊടുക്കാൻ ഒരു ടീം വരികയാണ്. നിങ്ങളൊക്കെ വീണ്ടും പ്രായമാവുകയാണെന്ന് കാട്ടിത്തരാൻ അവർ വരുന്നു. ദ നെക്സ്റ്റ് ജനറേഷൻ, യെസ്, ബീറ്റ ബേബീസ് ആർ കമ്മിങ്. അടുത്ത വർഷം മുതൽ, അതായത് നാളെ മുതൽ ജനിക്കാനിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പുതിയ ജനറേഷനിലായിരിക്കും ജനിക്കുന്നത്. ജനറേഷൻ ബീറ്റ അഥവാ ബീറ്റ ബേബീസ് എന്നാണ് ഈ പുതുവർഷത്തിലെ പുത്തൻ ജനറേഷന്റെ പേര്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികൾ ജെൻ ബീറ്റയിൽ ഉൾപ്പെടും. 2035 ആഗോള ജനസംഖ്യയുടെ 16% ജെൻ ബീറ്റ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ പുതിയ ജനറേഷനിലെ പലർക്കും 22ാം നൂറ്റാണ്ടിന്റെ തുടക്കം കാണാനും സാധിക്കും. അതായത് ആ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്താൻ പോലും സാധിക്കുന്നവരാണ് നാളെ മുതൽ ജനിക്കാനിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകളും ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവണ്യം നേടാനും ജനറേഷൻ ബീറ്റയ്ക്ക് കൂടുതൽ അവസരമുണ്ടാകും. ധരിക്കാൻ സാധിക്കുന്ന ആരോഗ്യ സാങ്കേതിക വിദ്യകളെയും ഓട്ടോണമസ് ട്രാൻസ്പോർട്ടേഷനെയും ആഴത്തിലുള്ള വിർച്വൽ ലോകത്തെയും ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന വശങ്ങളായി കണക്കാക്കുന്ന ആദ്യത്തെ തലമുറയായിരിക്കും ബീറ്റ ബേബി. ദൈനംദിന ജീവിതത്തിൽ സാങ്കേതികത വളരെ സ്വാധീനം ചെലുത്തുന്ന യുഗത്തിൽ ജനിക്കുന്ന ഇവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി ഇപ്പോഴുള്ള ജനറേഷനേക്കാൾ കൂടുതൽ അടുപ്പം പുലർത്തും. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ബീറ്റ ബേബീസിനെ വലിയ വെല്ലുവിളികളും കാത്തിരിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, ആഗോള ജനസംഖ്യയിലെ മാറ്റങ്ങൾ തുടങ്ങിയവയാണ് വെല്ലുവിളികളായി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 21ാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബീറ്റയുടേതാണ്. പുതിയ ജനറേഷനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഈ പേരുകളൊക്കെ എങ്ങനെ വന്നു എന്ന സംശയം നിങ്ങൾക്കുണ്ടാകില്ലേ? നിലവിൽ ജനറേഷനുകൾക്ക് പേരിടുന്നതിൽ ഔദ്യോഗികമായോ ഒരു ഗ്രൂപ്പോ തീയതിയോ ഒന്നുമില്ല. മനുഷ്യ ചരിത്രത്തിലെ പുതിയ യുഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നാണ് നിലവിൽ പേരുകൾ എടുക്കുന്നത്. ഈ രീതി ജെൻ ആൽഫയിൽ നിന്ന് തുടങ്ങി ജനറേഷൻ ബീറ്റ വരെ എത്തി നിൽക്കുന്നു. 1901 മുതൽ ജനിച്ച തലമുറകൾ മുതലാണ് ജനറേഷനുകൾക്ക് പേരിട്ട് തുടങ്ങുന്നത്. 1901 മുതൽ 1927 ജനിച്ചവർ ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. 1928 മുതൽ 1945 ജനിച്ചവർ സൈലന്റ് ജനറേഷൻ. 1946 മുതൽ 1964 ജനിച്ചവർ ബേബി ബൂം ജനറേഷൻ. 1965 മുതൽ 1980 ജനിച്ചവർ ജനറേഷൻ എക്സ്. 1981 മുതൽ 1996 ജനിച്ചവർ മിലേനിയൽ. 1997 മുതൽ 2010 ജനിച്ചവർ ജനറേഷൻ സെറ്റ്. 2010 മുതൽ 2024 ജനിച്ചവർ ജനറേഷൻ ആൽഫ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബീറ്റ ബേബീസ് ഒക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൽ ഏതിലാ പെടുന്നതെന്ന് വെറുതെ ഒന്ന് നോക്കി വെച്ചേ.